കൂട്ടുകാരെ എല്ലാവർക്കും മിസാന വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ 5ാമത്തെ യൂണിറ്റായ മണി മാത്തിലെ 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ പാർട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷമുള്ള 2ാമത്തെ പാർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വരുണിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരുന്നു നിർത്തിയിരുന്നത്. വരുൺ took out a loan of അത് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചേഞ്ചിങ് ടൈംസ് എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചേഞ്ചിങ് ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? അതെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിരുന്നത് 1 year 2 year എന്ന രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ടൈം, അതായത് ഇനി ആ ഒരു പീരീഡ് ഇനി ഹാഫ് ഇയർലി, ക്വാർട്ടർലി അങ്ങനെയൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നതാണ് ഈ ചേഞ്ചിങ് ടൈംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ 2 ബോക്സിലാക്കി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. There are schemes in which interest is added every 6 months instead of every year. It is half yearly compounding. There are also schemes in which interest is compounded every 3 months. Such a method is called quarterly compounding. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങും ക്വാർട്ടർലി കോമ്പൗണ്ടിങ്ങും. അപ്പോൾ ഈ ചേഞ്ചിങ് ടൈംസിൻ്റെ ഭാഗത്തോട്ട് കടക്കുമ്പോൾ ഇത് രണ്ടും എന്തായാലും നല്ലതുപോലെ മനസ്സിലാക്കി വെക്കണം. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് 6 months ആണ്, കാരണം ഇയറിൻ്റെ പകുതി. ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് 3 months ആണ്, കാരണം ഒരു ഇയറിലെ, അതായത് ഇപ്പം 4/1 ഭാഗം എന്ന രീതിയിൽ. In a year there are 2 half years and 4 quarter years. When interest is compounded half yearly for n years, calculation is made for 2n half years. For quarterly compounding of interest for n years, the interest is calculated for n times on quarterly. Half yearly amount got for half year is equal to p into 1 plus r by 2 into 100 whole raised to 2n. Quarterly amount got for quarterly year is equal to p into 1 plus r by 4 into 100 whole raised to 4n. അതായത് ഹാഫ് ഇയർലിയുടെയും ക്വാർട്ടർലിയുടെയും ഒരു ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഹാഫ് ഇയർലിയുടേതാണെങ്കിൽ 2 അവിടെ ഒരു മെയിൻ പോയിന്റ് ആയിരിക്കും, ക്വാർട്ടർലിയുടേതാണെങ്കിൽ 4. ഓക്കെ, അപ്പോൾ p into 1 plus r by 2 into 100 whole raised to 2n അത് ഹാഫ് ഇയർലിയുടേതും, ക്വാർട്ടർലിയുടേത് p into 1 plus r by 4 into 100 whole raised to 4n എന്നുള്ളത് ക്വാർട്ടർലിയുടേതും ആണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Arun deposited 5,000 rupees in a bank which compounds interest half yearly, and Mohan deposited the same amount in another bank which compounds interest quarterly. അരുൺ 5,000 രൂപ ഒരു ബാങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തു. എന്താണ്? ഹാഫ് ഇയർലി ആയിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. അതേസമയം മോഹനാണെങ്കിൽ ആ സെയിം എമൗണ്ട്, അതായത് 5,000 രൂപ തന്നെ വേറൊരു ബാങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6% അറ്റ് ബോത്ത് ദ ബാങ്ക്സ്. 2 ബാങ്കുകളിലും 6% ആനുവൽ റേറ്റ് എന്ന് പറയുന്നത്. ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള, അത് ഒരു വർഷമാണ് ആനുവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് മോർ വുഡ് മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 year? അതായത് മോഹന് അരുണിനേക്കാൾ എത്ര കൂടുതൽ ഒരു വർഷത്തിന് ശേഷം കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ p is equal to 5,000, r is equal to, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2 ഒരു മെയിൻ പോയിന്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ അത് 2 മാറ്റി നമ്മൾ സാധാ പഠിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്. അതായത് r is equal to 6 ആണ് നമുക്കറിയാം. ഹാഫ് ഇയർലി ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. is equal to 3%. n is equal to 2 into 1 is equal to 2. amount Arun got after 1 year is equal to, ആ ഇക്വേഷൻ എപ്പോഴും എല്ലാ സ്ഥലത്തും എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. p into 1 plus r by 100 whole raised to n. 5,000 into 1 plus 3 by 100 whole raised square. 5,000 into 103 by 100 into 103 by 100 is equal to 5,304.5. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 0.5 ഈ 5ന് കൂടുതലോ അല്ലെങ്കിൽ 5 വന്നാൽ അത് നമ്മൾ 1 രൂപയാക്കി കൂട്ടി അടുത്ത നമ്പറിലേക്ക് കടക്കണം. അപ്പോൾ ഇവിടെ 5304.5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 0.5നെ റൗണ്ട് ചെയ്ത് 1 രൂപയാക്കി അത് 5305 എന്ന് നമുക്ക് എഴുതാം. അപ്പം നമ്മൾ അരുണിൻ്റെതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി മോഹൻ്റെതാണെങ്കിൽ P is equal to 5000 rupees, R is equal to 6/4 is equal to 1.5%, N is equal to 4N is equal to 4 into 1 is equal to 4. അതായത് അവിടെ 4 ആണ് ഞാൻ പറഞ്ഞല്ലോ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നേരത്തെ ഇക്വേഷനിലും കാണാം. അപ്പോൾ അത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സാധാ ഇക്വേഷനിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. Amount Mohan got after 1 year is equal to 5000 into 1 plus 1.5/100 whole raised to 4. 5000 into 101.5/100 whole raised to 4. അപ്പോൾ ഇത് 4 പ്രാവശ്യം ഇങ്ങനെ ഗുണിച്ചിട്ട് നമുക്കവിടെ സീറോസൊക്കെ വെട്ടാം. 100ൻ്റെ 2 സീറോയും 5000 നിന്ന് 2 സീറോയും കുറയ്ക്കുമ്പോൾ അങ്ങനെ നമുക്ക് വെട്ടി അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. More amount Mohan got is equal to 5307 minus 5305 is equal to 2 rupees. മോഹന് ലഭിച്ചത് 5307 ആയിരുന്നു, അരുണിന് ലഭിച്ചത് 5305 ആയിരുന്നു. അപ്പോൾ 2 രൂപ ആണ് ഈ മോഹന് കൂടുതലായിട്ട് ലഭിച്ചത്. Second question, a person took out a loan of 16,000 rupees from a bank which charges interest compounded quarterly. The annual rate of interest is 10%. How much should he pay back after 9 months to settle the loan? Answer, P is equal to 16,000, R is equal to 10/4 is equal to 2.5, time period is equal to 3 because 9 months there are 3 quarters. Amount he should pay back after 9 months is equal to P into 1 plus R by 100 whole raised to N is equal to 16,000 into 1 plus 2.5 by 100 whole raised to cube is equal to 16,000 into 102.5 by 100 whole cube is equal to 16,000 into 102.5 by 100 into 102.5 by 100 into 102.5/100. അപ്പോൾ ഇതിൽ നമുക്ക് 3 സീറോസാണ് വെട്ടാൻ കഴിയുക. ഇവിടെ 3 100 ഉണ്ട്, അതിൽ ഒരു 100 പോവാം, മറ്റേ 100 നമുക്ക് 10 ആക്കി മാറ്റാം അല്ലേ. അപ്പം അങ്ങനെ 16 into 102.5 into 102.5 into 102.5 by 10 into 100 is equal to നമുക്ക് ലഭിക്കുന്നത് 17,230.25 ആണ്. അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് 5നേക്കാൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 70,230 rupees എന്ന് പറയാം. Third question, Manu deposited 15,000 rupees in a financial establishment which pays interest compounded every 3 months at 8% annual rate. How much would he get back after 1 year? Answer, P is equal to 50,000, R is equal to 8/4 is equal to 2%, N is equal to 1. Amount he get back after 1 year is equal to P into 1 plus R by 100 whole raised to N is equal to 15,000 into 1 plus 2 by 100 whole raised to 4 is equal to 15,000 into 102 by 100 whole raised to 4 is equal to 15,000 into 102 by 100 into 102 by 100 into 102 by 100 into 102 by 100. അപ്പോൾ ഇതിലെ എന്താ നേരത്തെ പോലെ തന്നെയാണ്, ഒരു 100 നമുക്ക് പോവാം, മറ്റേ 100 10 ആക്കി മാറ്റാം. ഇസ് ഈക്വൽ ടു 15 into 102 into 102 into 102 into 102 by 10 into 100 into 100 is equal to 16, 23, 64, 82, 40 എന്ന് പറയുന്ന വലിയൊരു അക്കമാണ് ലഭിക്കുന്നത്. അതായത് 162 crore 36 lakh 48,240 by 100,000 is equal to നമുക്ക് ലഭിക്കുന്നത് 16,236.48240. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാക്കേണ്ട ആവശ്യമില്ല, കാരണം 0.4 ആണ് വന്നിരിക്കുന്നത്, 5നേക്കാൾ കുറവ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 16,236 rupees എന്ന് നമുക്ക് ലഭിക്കും.
Fourth question. John deposited 2,500 rupees on the 1st of January in a bank where interest is compounded half yearly at 6% annual rate. On the 1st of July, he deposits 2,500 rupees more. How much would he have in his account at the end of year? Answer. P is equal to 2,500 rupees. R is equal to 6 by 2 is equal to 3%. Period is equal to 1 because 6 months. Amount he got until June, അതായത് 6 മാസത്തിന് ശേഷം ലഭിച്ചത് is equal to P into 1 plus R by 100 whole raised to N is equal to 2,500 into 1 plus 3 by 100 whole raised to 1 is equal to 2,500 into 103 by 100 is equal to 2,575 rupees എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. On the 1st of July, he deposits 2,500 rupees more. അതായത് നമ്മളെപ്പോഴും ജൂൺ വരെ ഉള്ളതായിരുന്നു, ജൂണിൻ്റെ അവസാനം വരെ ഉള്ളതായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി അതിന് ശേഷം 2,500 രൂപ കൂടി ഇദ്ദേഹം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിനോട് ആഡ് ചെയ്യണം. അപ്പോൾ 2,575 പ്ലസ് 2,500 is equal to 575 rupees എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. Amount got at the end of December is equal to 5,075 into 1 plus 3 by 100 is equal to 5,075 into 103 by 100 is equal to 5,22,725 by 100 is equal to 5,227.25. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് നമുക്ക് 5,227 rupees എന്ന് പറയാം. അപ്പോൾ ഉത്തരം 5,227 rupees. Fifth question. Ramlat deposits 30,000 rupees in a financial establishment which pay interest at 99% annual rate compounded every 4 months. How much would she get back after 1 year? ഇവിടെ ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പണമിടപാട് സ്ഥാപനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്ക് പോലത്തെ ഒരു സ്ഥാനം തന്നെയാണ് അത്. പണമിടപാട് സ്ഥാപനം എന്നാണ് ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ആൻസർ. P is equal to 30,000, R is equal to 9 by 3 is equal to 3%, N is equal to 1 year. In a year there are 3-4 months. Amount he got after 1 year is equal to P into 1 plus R by 100 whole raised to N is equal to 30,000 into 1 plus 3 by 100 whole cube is equal to 30,000 into 103 by 100 into 103 by 100 into 103 by 100 is equal to 3 into 103 into 103 into 103 by 100 is equal to 3 into 103 into 103 into 103 by 100 is equal to 32,78,181 by 100 is equal to 32,781.81. അപ്പോൾ ഇവിടെ 5-നേക്കാൾ കൂടുതലാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് അതിനെ അടുത്ത സംഖ്യയിലോട്ട് ആക്കും. 32,782 rupees എന്നതാണ് ഉത്തരം. അടുത്തത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ വേറൊരു സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം നോട്ടിലോട്ട് പകർത്തിയാൽ മതി. It is estimated that a company manufacturing mobile phones increases production by 20% every year. In 2014, it made about 7 crore phones. How many handsets does it expect to produce in 2018? It aims for 20% annual increase. Use the method of computing total amount under compound interest. Number of phones made in 2014 is equal to 7 crores. Number of phones to be made in 2018 is equal to 7 crore into 1 plus 20 by 100 whole raised to 4 is equal to 7 crore into 120 by 100 whole raised to 4 is equal to 7 crore into 120 by 100 into 120 by 100 into 120 by 100 into 120 by 100 is equal to 7 into 120 into 120 into 120 into 120 by 10 is equal to 1451520000 എന്ന് പറയുന്ന വലിയൊരു സംഖ്യയാണ് കിട്ടുന്നത്. by 10 is equal to 14 crore 51 lakh 52,000 rupees ആണ് നമുക്കത് ലഭിക്കുന്നത്.
ഇനി ടെക്സ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a report estimates e-waste increasing by 15% every year and the e-waste in 2014 is about 9 crore tons. What is the expected amount of e-waste in 2020? Answer, e-waste in 2014 is equal to 9 crore tons. E-waste increasing is equal to 15%. P is equal to 9 crore. R is equal to 15%. N is equal to 2020 minus 2014 is equal to 6. Expected amount of e-waste in 2020 is equal to P into 1 plus R by 100 whole raised to N is equal to 9 crore into 1 plus 15 by 100 whole raised to 6 is equal to 9 crore into 115 by 100 whole raised to 6 is equal to 9 crore into 115 by 100 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 is equal to 9 into 115 into 115 into 115 into 115 into 115 into 115 by 10 into 100 into 100 is equal to, നമുക്കിത് കൂട്ടി വരുമ്പോൾ നല്ലൊരു വലിയ സംഖ്യയാണ് കിട്ടുന്നത്. 23 13 06 07 65 62 5 ഇൻറ്റു 9 by 10 into 100 into 100 is equal to 20 81 75 46 89 06 25 by 1 lakh is equal to, നമുക്കത് 5 സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് 20 crore 81,75,468.90625. ഇവിടെ 0.9 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് അടുത്ത സംഖ്യയിലേക്ക് മാറ്റണം. 8 എന്നുള്ളത് 9 ആക്കി മാറ്റണം. സോ 20 crore 81,75,469 ടൺസ് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, a TV manufacturer decreases the price of a particular model by 5% each year. The current price of this model is 8,000 rupees. What would be the price after 2 years? Answer, P is equal to 8,000, R is equal to 5, N is equal to 2. The price after 2 years is equal to P into 1 plus R by 100 whole raised to N is equal to 8,000 into 1 minus 5 by 100 whole square is equal to 8,000 into 95 by 100 whole square is equal to 8,000 into 95 by 100 into 95 by 100 is equal to 8 into 95 into 95 by 10 is equal to 72,200 by 10 is equal to 7,220 is equal to 7,220 rupees. Third, rupees. Tiger is our national animal. Their number decreases every year. Figures show 3% annual decrease. According to the census of the National Tiger Conservation Authority, there were 1,700 tigers in India in 2011. If the trend continues, how many tigers would be there in the 2016? P is equal to 1,700, R is equal to 3, N is equal to 5. The tigers would be there in 2016 is equal to P into 1 minus R by 100 whole raised to N. ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിലും ഇപ്പോഴത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലും പ്ലസിന് പകരം മൈനസ് ആയിരുന്നു. കാരണം എന്താണ്? കാരണം ഓരോ വർഷം കൂടുന്തോറും അവിടെ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ ഒരു ഇക്വേഷനിലെ മാറ്റം വന്ന് മൈനസ് ആകും. ഇൻക്രീസ് ആണെങ്കിൽ അവിടെ പ്ലസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന അതൊക്കെ ഞാൻ കാൽക്കുലേഷൻ ചെയ്തതാണ്, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈസ് ഈക്വൽ ടു 1,700 ഇൻറ്റു 1 മൈനസ് 3 by 100 ഹോൾ റൈസ് ടു 5 ഈസ് ഈക്വൽ ടു 1,700 ഇൻറ്റു 97 by 100 ഹോൾ റൈസ് ടു 5 ഈസ് ഈക്വൽ ടു 1,700 into 97 by 100 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 is equal to 17 into 97 into 97 into 97 into 97 into 97 by 100 into 100 into 100 into 100 is equal to 14 59 84 78 43 69 എന്നാണ് വലിയ സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്നത്. ബൈ 100 into 100 into 100 into 100. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാൻ അറിയാലോ, അത് 8 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പം നമുക്ക് 1459
1459.8478478439 by 100000000 is equal to 1459.84784369. അപ്പോൾ 0.8 എന്നായതിനാൽ നമ്മളത് അടുത്ത സംഖ്യയിലേക്ക് മാറ്റണം. സോ 1460 എന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുക. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.